ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. പിറ്റേ ദിവസം വെരി ഫസ്റ്റ് ഡേ ഓൺലൈൻ ചാനലിന്റെ ആ കാര്യത്തിലേക്ക് ഞങ്ങൾ വളരെ മുമ്പിലാണ്. ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു ഓൺലൈൻ ചാനലിലാണ് ഞാനും ഒരു PL ഇത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വാദം പിൻവലിക്കുന്നു. കണ്ടില്ല, അതുകൊണ്ടാണ് കണ്ടില്ല. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. വളരെ ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാനതിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ ചെയ്തു. ഞാൻ ക്ലാരിറ്റി നമ്മൾ ചെയ്തു. അതിപ്പോ 2,09,000 ആൾക്കാർ കാണുകയും ചെയ്തു 2 days ബാക്ക് നമ്മൾ ചെയ്തു. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും ഇതേപോലെ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് ആരും ആ ഓപ്ഷൻ എടുക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. ഇത്ര ആശങ്കയുണ്ടെങ്കിൽ ശരി, ആശങ്കയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗൗരവമായ വിഷയമാണ് അത്. ഈ ഒരു പത്രസമ്മേളനം നടത്തി ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അത് അവർ ചെയ്യട്ടെ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കാര്യമുണ്ട്, എത്രയോ ഇലക്ഷൻ, ഇപ്പൊ BJPക്കും ഇലക്ഷൻ്റെ അകത്ത് പരാതി ഉണ്ടായിട്ടുണ്ട്, ധാരാളം ആ പരാതി കൊണ്ട് പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്തത്. അല്ല, പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? പ്രോപ്പറായി ആക്ഷൻ എടുക്കില്ല എന്ന ഒരു വിശ്വാസ പ്രശ്നം കൂടെ. ലസി ഷാബു പ്രസാദ്, ഞാൻ ചോദിക്കട്ടെ, അതായത് കർണാടകയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വീടുകൾക്ക് നമ്പറായി 0 കൊടുത്തിരിക്കുന്നു, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അത് വിശദീകരിക്കാൻ കമ്മീഷൻ ഞാൻ ഒറ്റ സെക്കൻഡ് പൂർത്തിയാക്കട്ടെ. അത് വിശദീകരിക്കാൻ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി. എന്നിട്ട് കമ്മീഷൻ പറയാണ് 0 നമ്പർ കൊടുത്ത് എന്തിനാണ്? വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ത്യയിലുണ്ട്, ഹോംലെസ് ആയിട്ടുള്ള എത്ര പേരുണ്ട്, അതിനാണ് 0 കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ കാണുന്ന എന്താണ്? 0 നല്ല അപ്പർ മിഡിൽ ക്ലാസ് വീടുള്ള ആളുകൾക്ക് 0 കൊടുത്തിരിക്കുകയാണ്. എന്തിനാണത്? അയാളുടെ പേര്, അയാളുടെ വീട്ട് അഡ്രസ്സ്, അയാളുടെ പടം, ഇത് മാച്ചിങ് ആവാൻ പാടില്ല, കൺഫ്യൂഷൻ ആവണം. ഇതിന്റെ പരിശോധനാ സംവിധാനം കോംപ്ലക്സ് ആക്കാനുള്ള ഏർപ്പാടാണ്. അത് തെളിവ് കാണിച്ചിരിക്കുകയാണ്. വീടുള്ള ആൾ, അപ്പർ മിഡിൽ ക്ലാസ് വീടുള്ള ആളുകൾക്ക് 0 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കമ്മീഷൻ ഈ കാര്യത്തിലൊന്നും പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല, വസ്തുതയും ഇല്ല എന്ന് വന്നാൽ വാർത്താ സമ്മേളനം നടത്തുകയല്ലാതെ വേറെന്താ വഴി? അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ നാട്ടിലെ കോടതിയും വിശ്വാസമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ നിങ്ങൾ എന്തുകൊണ്ട് നിയമവ്യവസ്ഥയുടെ മുമ്പിൽ, നമ്മുടെ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നില്ല? കോടതി ഇലക്ഷൻ കമ്മീഷനെ ശാസിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെതിരെ വിധികൾ വന്നിട്ടുണ്ട് ഈ നാട്ടില്. അവിടെ ഉണ്ടല്ലോ, അതാണല്ലോ ഈ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ വാച്ച്ഡോഗ് ആരാണ്? നമ്മുടെ കോടതികളാണ്. ശരി, ഞാൻ എന്റെ ചോദ്യം, ഷാബുവിന്റെ ടേക്ക് എന്താണ്? കോടതിയിൽ പോയാൽ കോടതി പരിശോധിക്കണം, തീരുമാനം എടുക്കണം, അവർ കോടതി പോയി. ഷാബു ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് റേസ് ചെയ്തിരിക്കുന്നു കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എക്കാലത്തും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യത്തെ ഇലക്ഷൻ മുതൽ ഇപ്പോൾ വരെ ഈ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് 501 പേര് ഒറ്റ വീട്ടിൽ, 501 പേര് ഒറ്റ വീട്ടിൽ, 62 പേര് ഒരു BJP നേതാവിന്റെ വീട്ടിൽ, ഇതൊക്കെ സാധാരണ പ്രശ്നമാണ്, കൈപ്പിഴകളാണ് എന്നാണ് താങ്കൾ കാണുന്നത്? ഇതൊക്കെ മാറ്റേണ്ടതാണ്. അല്ലെന്നാണ് ഇതൊക്കെ മാറ്റാനും കൂടിയാണ് ഈ നാട്ടിൽ SIR നടക്കുന്നത്. SIR എന്ന് പറയുന്ന സാധനം ഈ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനെ, ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ താങ്കളുടെ പോയിന്റ് പരാതി കൊടുക്കണം, കോടതിയിൽ പോകണം എന്നുള്ളതാണ്. ഈ കാണുന്ന സംഗതി അത് മാത്രമല്ല എന്റെ ടേക്ക് ഒന്നും കൂടെ ഉണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, പരാതി കൊടുക്കുന്ന അതൊരു വശത്ത് നടക്കട്ടെ. ഈ നാട്ടിൽ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ടല്ലോ, വലിയൊരു ജനകീയ പ്രക്ഷോഭം നടക്കണം എന്ന് ഇവര് തുറന്നു പറയുന്നില്ല. ബംഗ്ലാദേശിലെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവരുടെ മുമ്പിലുണ്ട്. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാലം നിരാഹാരം ആരംഭിക്കണം. ശരി, നിജേഷ് അരവിന്ദ് ഇതിനകത്ത് എന്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് സുപ്രീം കോടതി പോകുന്നില്ല, എന്തുകൊണ്ട് ഒരു മാസ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് വഴുതുകയാണ് ഷാബു പ്രസാദ്.